മഴക്കാലം വന്നു കഴിഞ്ഞാൽ പലരുടെയും കൃഷി അവതാളത്തിലാണ്. അത് ശക്തമായ മഴ പെയ്യുന്ന മിഥുനം കർക്കിടക മാസങ്ങളിൽ, അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറിൻ്റെ പകുതി അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അതിശക്തമായ മഴയാണ് കേരളത്തിൽ ലഭിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഗ്രോ ബാഗിലെ കൃഷി അവതാളത്തിലാകുകയാണ് എല്ലാവരുടെയും അവസ്ഥ. കാരണം ഗ്രോ ബാഗ് ടെറസിലോ അല്ലെങ്കിൽ മഴ പെയ്യുന്നിടത്താണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കുത്തി വീണിട്ട് ഈ വളം, ഇതിനകത്തുള്ള വളം മുഴുവനും പുറത്തു പോകും. പിന്നെ വെള്ളം ഇങ്ങനെ നിറയെ വീഴുന്നതുകൊണ്ട് ഏത് സമയവും ഇതിനകത്ത് വെള്ളമായിരിക്കും. ഇഞ്ചിയൊക്കെ ആണെങ്കിൽ ചീഞ്ഞു പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടും. അതായത് ഇഞ്ചി മാത്രമല്ല, മറ്റെല്ലാ കൃഷികളും ചെയ്യുന്നവർക്കും, ഗ്രോ ബാഗിലെ ഏത് കൃഷി ചെയ്യുന്നവർക്കും എൻ്റെ ഈ ടിപ്സ് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങളത് മുഴുവനുമായിട്ട് കാണുക. അതുപോലെ സുഹൃത്തുക്കൾക്ക് ഇത് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടണുണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴെ ഓൾ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതും ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഉപകാരപ്രദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, മഴക്കാലമല്ലേ, നമുക്ക് ഇച്ചിരി വളം ചെയ്യണം. അപ്പോൾ ഇഞ്ചിക്ക് ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് ചാണകമാണ്. അതും ചാണകപ്പൊടിയല്ല, പച്ചച്ചാണകമാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പച്ചച്ചാണകം ഇതിന് നേരത്തെ വേപ്പിൻ പിണ്ണാക്ക് കൊടുത്തിട്ടുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേര് ചീയാതിരിക്കാനും ആരോഗ്യത്തോടെ നിൽക്കാനും മറ്റ് ബാധകളൊന്നും, കീടബാധകളില്ലാതിരിക്കാനും വേണ്ടിയാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുന്നത്. പിന്നെ അതൊരു വളവും കൂടിയാണ്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വളം കൊടുക്കുക. എന്നിട്ട് വേണം എൻ്റെ ആ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ. ആ ടിപ്പെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അധികം വെള്ളം വീഴില്ല, കുറച്ച് വെള്ളം വീഴും. അത് വീഴണം, അല്ലെങ്കിൽ നമുക്ക് നനയ്ക്കണ്ടേ. അപ്പോൾ ഇത് അല്പം വെള്ളം അതിലേക്ക് വീഴും, ബാക്കി ഉള്ള വെള്ളമൊക്കെ പുറത്തു പോകും. ആ ഒരു വിദ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് അല്പം വളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പച്ച ചാണകം കലക്കി അതിൻ്റെ സ്ലറി രൂപത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ചാണകം ഇതിനകത്തേക്ക് വയ്ക്കാൻ പറ്റില്ല. എങ്ങനെ വയ്ക്കാനാണ്? നിറയെ ഇതളുകളാണ് ഇതിനകത്ത് മുളച്ചു വരുന്നത്. ഒരുപാട് ഇതളുകൾ മുളച്ച് വരുന്നുണ്ട്. ഇതിനിടയിൽ ചാണകം വയ്ക്കുക എന്ന് പറയില്ല. ഇത് ചകിരി ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കാണുക. പലരും കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് കണ്ടതാണ്. എന്നാലും നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ ഇതിലിപ്പോൾ ചാണകം വെച്ച് കൊടുക്കുന്നത് നടക്കില്ല. അപ്പോൾ എളുപ്പം ഇതിൽ കിട്ടാവുന്ന സംഗതി എന്ന് പറയുന്നത് ചാണകം കലക്കി സ്ലറി രൂപത്തിലാക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടി അത് പെട്ടെന്ന് വലിച്ചെടുക്കും. ഇതൊരു 3 ആഴ്ച കൂടുമ്പോൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മഴക്കാലത്തുനിന്നല്ല, അല്ലാത്തപ്പോഴും. ഒരു കുറച്ച് ചാണകം മതി, ഒരു 100 ഗ്രാം അത്രയൊക്കെ മതി ചാണകം, പച്ച ചാണകം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കലക്കുക. ഈ പാകത്തിൽ ഒന്ന് കലക്കിയെടുത്താൽ മതി. ഈ പാകത്തിൽ കലക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ശകലം ചാരം ഇടുന്നു. ചാരം അധികം വേണ്ട, കുറച്ചിട്ടാൽ മതി. ഇത്രയും ചാരം മതി. അത്രയും തന്നെ വേണ്ട, ഇത്രയും മതി. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇനിയാണ് നമുക്കിത് നമ്മുടെ ക്ലിപ്പ് ചെയ്യേണ്ടത്. ഈ ക്ലിപ്പ് ഇതിങ്ങനെ കണ്ടോ, ക്ലിപ്പ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ വച്ചിട്ട് ഇവിടെ ഈ ക്ലിപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഇല ഒക്കെ പുറത്ത് വരുന്നത് കൊണ്ട് സൂര്യപ്രകാശമൊക്കെ കിട്ടും ഇലയ്ക്ക്. ഇതാണ് ഇതിൻ്റെ പരിപാടി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇലയൊക്കെ നമുക്ക് പുറത്തേക്ക് ആക്കി വയ്ക്കണം.
ഇത് 2 മാസത്തേക്ക് മതി. ആ പെരും മഴ പെയ്യുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ സൂര്യപ്രകാശമൊക്കെ ഇഷ്ടം പോലെ ചെടിക്ക് കിട്ടും. അതുപോലെ മഴവെള്ളം വീഴുകയാണെങ്കിൽ ശക്തമായ മഴയത്ത് വെള്ളം കുറച്ചേ ഇതിലേക്ക് വീഴുള്ളൂ, ബാക്കി വെള്ളമൊക്കെ പുറത്തേക്ക് പോകും. ആ വെള്ളം ഇതിന് ആവശ്യമാണ്. ബാക്കി 2 വശത്തേക്കളെ വീഴുന്ന വെള്ളം മുഴുവനും പുറത്തേക്ക് പോകുന്നു. ചെടി ഒരു ക്ഷീണം കൂടാതെ വളരുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.